നമസ്കാരം. അനീഷും അനിമോളും ജയിലിലേക്ക്. ഭൂരിഭാഗം അംഗങ്ങളും അവരെ ജയിലിലേക്ക് അയക്കാനുള്ള തീരുമാനം. പിന്നെ മറ്റൊരു കാര്യം, ക്യാപ്റ്റൻസിയിലേക്ക് നിവിൻ, റെന, ബിന്നി 3 പേര് വന്നിട്ടുണ്ട്. ഇതിൽ ആരാകും ക്യാപ്റ്റൻ? മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്ന് അവിടെ ഒരു ദുഃഖത്തിന്റെ ഒരു ദിനം കൂടിയായിരുന്നു, സന്തോഷത്തിന്റെ ഒരു ദിനമായിരുന്നു. നെവിൻ അകത്തേക്ക് വന്നത് ചിലർക്കെങ്കിലും ദുഃഖവുമായി, ചിലർക്കൊക്കെ സന്തോഷവുമായി. അതാണ് ഒരു കാര്യം. മറ്റൊരു ദുഃഖവാർത്ത എന്ന് പറയുന്നത്, ജിസൈലിന്റെ ഒരു വല്യമ്മ മരിച്ചു. ഒരു ആന്റി മരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രായം ആയ ഒരു സ്ത്രീയാണ്. അതിന്റെ പേരിൽ ജിസൈലിൽ നിന്ന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം ഇന്നത്തെ നടന്ന സംഭവങ്ങൾ, രാവിലെ മുതൽ ചർച്ചകളും ഇതൊക്കെ തന്നെ. കിച്ചണിലെ വഴക്കും ഷാനവാസും അനീഷും തമ്മിലുള്ള വഴക്കും ഒക്കെയാണ്. ഇതിനകത്തിൽ മെയിനായിട്ടുള്ള അവിടെ പുതിയ പുതിയ ഗ്രൂപ്പുകൾ മുതലെടുക്കുന്നുണ്ട്. ഇപ്പോൾ ലേഡീസിനിടയിൽ നിന്ന് ഇപ്പോൾ ജെൻസിനേക്കാൾ കൂടുതൽ നല്ല പവറോട് കൂടിയുള്ള ഗ്രൂപ്പുകൾ വരുന്നു. ഇതിനകത്ത് ഇന്ന് പ്രധാനമായിട്ട് നോക്കേണ്ട ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനകത്ത് രേണുസുതിയൊക്കെ, റെന, ഒനീല, ആര്യന്, ശരത്ത്, ഷാനവാസ, ജിസൈല്, അനീഷല്ല ജിസൈല്, ഇങ്ങനെ മറ്റ് എല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെട്ട ജയിൽ നോമിനേഷനിൽ കൂടുതലും വന്ന 11 ഇത് വന്നത് അനുമോക്കാണ്. 10 വോട്ട് വന്നത് അനീഷിനാണ്. അപ്പൊ ജയിലിലേക്ക് അവർ പോകുമെന്നുള്ള കാര്യം ഉറപ്പായി. ശരിക്കും ബിഗ് ബോസ് വീട്ടില് ഇവര് 2 പേരും എടുക്കുന്ന തന്ത്രം, അനീഷിന്റെ തന്ത്രം അനുമോൾ എടുക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടാസ്ക് എടുത്തോട്ടെ, അല്ലെങ്കിൽ വഴക്കിട്ടോട്ടെ, കണ്ടന്റ് ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ അതിനപ്പുറം നോക്കുന്നതും പിടിക്കുന്നതും എല്ലാം വഴക്ക്. ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ബിഹേവിയർ. ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അവിടെ കിടന്നടി. റെന്നയ്ക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക. അതുപോലെ പ്രാഗ്, നാടൻ ഭാഷയെ പറഞ്ഞാൽ പ്രാഗ് എന്നൊക്കെ പറഞ്ഞ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പ്രാഗുക. ഈ പെണ്ണൊരു ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് വരുവാണ്. പക്ഷെ വോട്ടിംഗ് നിലയിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും വോട്ടിംഗ് നില വെച്ചാണ് ഇവരെയൊക്കെ പുറത്താക്കുന്നതും ഒക്കെ. മറ്റ് ശിക്ഷകളൊക്കെ കൊടുക്കുമെന്നല്ലാതെ ഈ പറഞ്ഞ രീതി അകത്ത് കിടന്ന് കളി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാൽ പുറത്താകത്തില്ല. ഇപ്പോൾ നൂറ, ആദില ഈ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നത്തിലൊക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ വോട്ടിംഗ് ആണ് ഇപ്പൊ 16,000 മുകളിൽ നിൽക്കുന്നത്. ഇവിടെ രേണുസുതിയുടെ ഗ്രാഫ് പിക്ചർ കയറിയിട്ടുണ്ട്. രേണുസുതിനകത്ത് എന്ത് ചെയ്യുന്നു? പക്ഷെ സപ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ളതാണ് വെളിയിൽ രേണുസുതിയുടെ ഒരു വിജയം. അല്ലെങ്കിൽ രേണുസുതി ഒക്കെ ഈ ശൈത്യമൊക്കെ ശൈത്യമൊന്നുമല്ല, ശാരികയൊക്കെ പോകുന്നതിന് മുമ്പേ തന്നെ രേണുസുതിയെ പുറത്തിറങ്ങുന്ന സമയം കഴിഞ്ഞു. ശാരികയൊക്കെ പുറത്തൊന്നും പറഞ്ഞ് രേണുസുതിക്ക് പറ്റിയ പരിപാടിയല്ല. ശാരിക പറഞ്ഞതും അത് തന്നെ. അപ്പം രേണുസുതിയെ കൂട്ടുള്ള ഒനിയില് ഇന്നത്തെ ഒരു ഒനിയിലൊക്കെ വെറും ഇതായിട്ട് നിൽക്കുകയാണ്. അഭിലാഷൊക്കെ കുറച്ച് കയറി വന്നാണ്, എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അനീഷ് വീണ്ടും ആദ്യത്തെ ആഴ്ച കളിച്ച കളി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ലാലേട്ടൻ പറഞ്ഞത് അനുസരിക്കാതെ ഉള്ള ഒരു പോക്കാണ്. അതാണ് ഇന്ന് ജയിൽ നോമിനേഷനിൽ വന്നത്. എന്തായാലും ഇവർ 2 പേര് എപ്പോഴാണ് ജയിലിൽ പോകുന്നത് എന്നുള്ള അറിയത്തില്ല. ഇപ്പം ഇന്ന് ഇതായോട് ചിലപ്പോൾ നാളെ ലാലേട്ടൻ വരുന്ന ടൈം വരെ ഇടൂ, അതിന് മുമ്പേ റിലീസ് ചെയ്യൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി വിടുന്നില്ല, എനിക്കിപ്പോൾ കിടക്കുന്നില്ല, പട്ടിക്കൂട്ടി കിടക്കുന്നതല്ല പ്രശ്നം. അതിനകത്തില് കഴിഞ്ഞ ദിവസം ഈ ഒനീലിനൊക്കെ കൃത്യമായുള്ള പണി കിട്ടുവാണെങ്കിൽ കൗണ്ട് ചെയ്ത് ക്ലോക്ക് ടൈം ഇങ്ങനെ അടിച്ച് അങ്ങനെ പറയുന്ന ഒരുമാതിരിയുള്ള പണി കിട്ടുവാണെങ്കിൽ ഇവരുടെ ഉറക്കം പോകും, ആരോഗ്യം പോകും, പല പല പ്രശ്നങ്ങൾ ജയിലിൽ നേരിടേണ്ടി വരും. അതിൻ്റെയൊക്കെ ഭീതി ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ജയിലിൽ പോകുക പറഞ്ഞ സുഖവാസ കേന്ദ്രമല്ല എന്നുള്ളത് ശരിക്കും നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ ജയിലിൽ പോയ സുഖവാസ കേന്ദ്രം. പക്ഷെ ഇതിനത്തെ ജയിൽ അത്ര സുഖമായിട്ട് തോന്നത്തില്ല. എന്തായാലും ശരി, ഇതിനകത്ത് അനീഷിനെ ഇപ്പം നോമിനേറ്റ് ചെയ്യാനുള്ള ആര്യൻ ഒക്കെ പറയുന്ന കാര്യം എന്നുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലെ രാത്രിയിലത്തെ ടാസ്കിൽ അനീഷ് കിടന്ന് ഉറങ്ങിയെന്നാണ് പറഞ്ഞത്. അനീഷിന് ഒരു ഇതുണ്ടെങ്കിൽ അനീഷ് ഉറങ്ങത്തില്ല, അത്രയും ടയേർഡായിട്ടായിരിക്കും. പുള്ളി പറഞ്ഞത് ഞാൻ ചെയ്തത് ഒന്നാമൻ, ഞാൻ ചെയ്ത വർക്ക് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാള് ഞാൻ ഒന്നാമൻ എന്ന് പറയുന്നത് കേൾക്കുന്നത് രണ്ടും. ഇവിടെ സംഭവിക്കുന്നത് പുള്ളി എല്ലാത്തിനും കയറി ഒന്നാമൻ ഞാനാണ്, ഞാൻ നല്ലപോലെ ചെയ്തു, നിങ്ങളെ എൻ്റെ ആൾക്കാരി കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറയുന്നത് എത്രത്തോളം
ഒരു വോട്ടിങ്ങില് ജനം എടുക്കും എന്നുള്ളത് അനീഷ് മനസ്സിലാക്കുന്നില്ല. രാവിലെ പോയിട്ട് ഷാനവാസൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ മരക്കഴുതി എന്ന് വിളിക്കുക, അതൊക്കെ അനീഷിന്റെ വൃത്തിയുടെ സ്വഭാവം. അനീഷിനെ നല്ലൊരു ശതമാനം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നോമിനേഷനിൽ നിന്ന് അനീഷിന്റെ പേര് പോലും വന്നില്ല. പക്ഷെ ഈ ആഴ്ച വന്നെന്ന് വെച്ചാൽ അനീഷ് പഴയ സ്വഭാവം വീണ്ടും എടുത്തു എന്നതിന്റെ ഒരു തെളിവാണ്. അങ്ങനെ ആ ഒരു പ്രശ്നത്തില് അനീഷിനെ, അതുപോലെ അനുമോളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ജിസൈലുമായിട്ടുണ്ടാകുന്ന ലിപ്സ്റ്റിക്കിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലിപ്സ്റ്റിക് കേസ് അനുമോളെ എല്ലാരും വെറുത്തു. പിന്നെ ജിസൈലിന്റെ തന്ത്രം ഉള്ളത് കൊണ്ടല്ലേ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത് നടത്തുന്നത്. ബിഗ് ബോസിന്റെ തീരുമാനമല്ല ഇത്. ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിസമാണ് ഈ തീരുമാനങ്ങൾ കിട്ടുന്നത്. അനുമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അനുമോക്കും അവകാശമുണ്ട്. പക്ഷെ ടച്ച് ചെയ്യുന്നതിന് പകരം വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കണ്ട പിടിച്ചു നിർത്തിയിട്ട് എഴുതിച്ച് ഒരു ടെസ്റ്റ് ചെയ്യാമായിരുന്നു. ഇതിനകത്ത് ഇതുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഇപ്പൊ എല്ലാം കൊടുത്തു, ലിപ്സ്റ്റിക്കും കൊടുത്തു, മേക്കപ്പ് സാധനങ്ങളെല്ലാം കൊടുത്തു, ഡ്രസ്സ് കൊടുത്തു, വളരെ സന്തോഷത്തില്ല. അപ്പോൾ ആ സമയത്ത് അനുമോളെ പിടിച്ച് വളരെ ശക്തമായ രീതിയിൽ തെള്ളി വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീഴുമായിരുന്നെങ്കിൽ വലിയൊരു അപകടമായിരുന്നു. ബിഗ് ബോസിലെ ഒരു ദുരന്തമായി മാറിയേനെ. ജിസേലിന് ഒരു ശിക്ഷയില്ല, ഒന്നുമില്ല. ജിസേലിന്റെ പേര് ആകെ 2-3 പേരെ പറഞ്ഞുള്ളൂ. അതിനകത്ത് നടക്കുന്ന അവളെ ബോംബെന്ന് കൊണ്ടുവന്ന തന്ത്രം പ്രയോഗിച്ച് ഈ ആണുങ്ങളെല്ലാം കയ്യിലെടുത്ത് വെച്ചേക്കുകയാണ്. കൂടെ നിൽക്കുന്ന റനയും ഒക്കെ ഉള്ളെന്ന് തോന്നുന്നു, 1-2 പേരേ ഉള്ളൂ, പിന്നിയൊക്കെ ഉള്ളു. അത് ഇവരുടെ ഒരു തന്ത്രമാണ്. ഈ മരമൊണ്ണകൾ, കുറെ വാഴകൾ അവർക്കൊപ്പം ചേർന്ന് ആര്യെന്ന് പറയുന്നുണ്ട് ജിസേലിനെതിരെ തിരിയുന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ശരി, ക്യാപ്റ്റൻസിയിലേക്ക് നിവിന്റെ 8 വന്നിട്ടുണ്ട്, റെന വന്നിട്ടുണ്ട്, ബിന്നി 7 വന്നിട്ടുണ്ട്. ലാസ്റ്റ് ബിന്നിയെ തെരഞ്ഞെടുത്തത് 7 പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ വേണ്ടായിരുന്നു. അപ്പം നിവിൻ അല്ലെങ്കിൽ റെന വരാനാണ് സാധ്യത. കൂടുതലും എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് നിവിനെ തെരഞ്ഞെടുക്കാൻ ഇവരിൽ 2 പേരിപ്പം ഈക്വലായിട്ടാണ്, 8 പോയിന്റ് ആണ്. അപ്പം മിക്കവാറും നെവിന് സാധ്യത കൂടുതലുണ്ട്. നെവിന്റെ ഇപ്പോഴത്തെ ഒരു ഇൻസിഡന്റൂടെ വെച്ചിട്ട്, ആ ഒരു ഇൻസിഡന്റ് കൊണ്ടായിരിക്കാം നെവിൻ ഇപ്പൊ ഇത്രയും ഗ്രാഫ് ഉയർന്നിട്ടുണ്ടെങ്കിൽ. ഇനി അവരും ആഴ്ചയിലെ ടാസ്കുകളൊന്നും തീർന്നിട്ടില്ല. ഇപ്പം പിന്നെ ഡെയിലി ടാസ്കുകൾ കുറയുന്നു, വീക്കിലി ടാസ്കുകൾ അങ്ങോട്ട് വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഈ ഓണത്തിന് സ്പെഷ്യൽ ടാസ്ക് വല്ലതും ഉണ്ടോ, അതുപോലെ വൈൽഡ് കാർഡ് എൻട്രി വല്ലതും ഉണ്ടോ. നല്ല കുറച്ച് പേരെ ഇറക്കി ഈ ബിഗ് ബോസ് ഓണം കഴിയുമ്പോഴെങ്കിലും ഒന്ന് ഊർജ്ജസ്വലമാക്കി ഈ അടിച്ച് പബ്ലിക്കിനിടയിൽ ഇമേജ് ഉണ്ടാക്കണം എന്ന് കരുതുന്ന കുറെ എണ്ണങ്ങൾ ഇതിനകത്തുണ്ട്. ഈ അനുമോളൊക്കെ വോട്ടിങ്ങിൽ അവരൊന്നും പുറത്തു പോകത്തില്ല. എന്നാൽ പോലും വളരെ ഉത്കൃഷ്ടമായ കാര്യങ്ങളാണ്. ഭക്ഷണം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക, എപ്പോഴും എല്ലാവരുടെ 24 hours ഒരേ രീതിയിൽ പെരുമാറുക. അനീഷ് നല്ലൊരു ഗെയിമറാണ്. പക്ഷെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കപ്പോൾ ഈ 2-3 കാര്യങ്ങളാണ്. ജിസേലിന്റെ ആന്റി മരിച്ചു, പിന്നെ ഈ നെവിന്റെ തിരിച്ചു വരവ്, ഇപ്പം ഇവര് സ്വേച്ഛാധിപതികളായിരുന്നു. പിന്നെ നെവിനും ജിസേലും അവരുടെ കേക്ക് ചോദിച്ചപ്പോൾ കേക്ക് കൊടുത്തില്ല. പല പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. അടുത്ത അപ്ഡേറ്റിൽ കാണാം.